സിമ്പിൾ ചലഞ്ച്. ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്റാം. കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിനുള്ളിൽ ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ഹലാലായിട്ട് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഖാലിസമിനൽ കൽബി, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിച്ചോളി. ഇൻഷാ അല്ലാഹ് പ്രവാചക തങ്ങൾ തന്റെ 63 കാലയളവിൽ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത പ്രവാചകൻ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു അധ്യാപനാണ്. ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ ഈ പറഞ്ഞ ഇസ്മ ഉരുവിട്ടാൽ, ഈ ഇസ്മ പറഞ്ഞാൽ, ആ ഇസ്മ പറയുന്ന നേരത്ത് പടച്ച റബ്ബിന്റെ അർശ് പോലും കുലുങ്ങുമെന്നാണ്. ഒരു മരം പോലും സ്വന്തം കുലുക്കാത്ത നമുക്ക് ഈ ഒരു ഇസ്മ, പടച്ച റബ്ബിന്റെ ഇസ്മ ഉരുവിടുമ്പോൾ അള്ളാഹുവിന്റെ അർശ് വരെ കുലുക്കാൻ കഴിയുമെന്ന് പറയുന്നത്, അർശ് അവിടെ പ്രകമ്പനം കൊള്ളുന്നു എന്നതിന്റെ അർത്ഥം അത്രക്കും പവർഫുള്ളായ, അത്രക്കും ശ്രേഷ്ഠമായ, പുണ്യമുള്ള ഒരു ഇസ്മാണ് ഈ പറഞ്ഞ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്റാം. ഈ അർശ് ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്ന നേരത്ത് പടച്ച റബ്ബ് ജിബ്രീലിനോട് ചോദിക്കുത്രേ, എന്റെ അർശ് പ്രകമ്പനം കൊള്ളുന്നുണ്ടല്ലോ, എന്റെ അടിമകളിൽ ഏതൊക്കെയോ ഒരു അടിമ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്റാം എന്ന ഇസ്മ ഉരുവിട്ടിട്ടുണ്ട്, അവൻ എന്താണ് ചോദിക്കുന്നത്, അതെനിക്ക് കൊടുക്കണമെന്ന് സന്തോഷത്തോടു കൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമെന്ന് പ്രവാചകൻ തങ്ങൾ ഈ വിവരിച്ചു തന്ന സന്ദർഭം, ഈ ഇസ്മിന്റെ മഹത്വവും ഈ ഇസ്മിന്റെ ഫളീലത്ത്, ഈ ഇസ്മിന്റെ ശ്രേഷ്ഠത ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഖാലിസമിനൽ കൽബി, ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഈ ഇസ്മ അതിലേക്ക് കൂട്ടിയിട്ട് നിങ്ങൾ